ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയതായിട്ട് റിബേറ്റ് ഗണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിബേറ്റ് ഗണ്ണ് എങ്ങനെയാണെന്നുള്ള പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ പേര്, ഈ ബ്രാൻഡിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഫോൺ മാനേജ് ചെയ്യാനായിട്ട് ആരുമില്ല കേട്ടോ കൂടെ. അപ്പോൾ ഒറ്റക്കാണ്, വീട്ടിലാണ്, പണിക്കൊന്നും പോയിട്ടില്ല, പനിയൊക്കെ ആയിട്ട്. അപ്പോൾ പോപ്പ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇതാണ് നമ്മൾ മേടിച്ചേക്കണം. 320 വാട്ട് 220 വോട്ട്സിൽ 50 ഹെഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട് 2012-35-0 എന്നാണ് എഴുതിയേക്കണത്. ഇതിൻ്റെ ഒരു പ്രത്യേകതകളും ഗുണങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാ മാനുവലായിട്ട് റിവേറ്റ് അടിക്കുന്ന ഗണ്ണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. കൈ വേദന എടുക്കില്ല, അതേപോലെ പെട്ടെന്ന് പരിപാടി കഴിയും. ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗണ്ണുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളൊരു സുഹൃത്ത് നമുക്ക് വേണ്ടി മേടിച്ച് തന്നാണ്ട്. അപ്പോൾ ഇതിൻ്റെ വില പറയണമെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ ഇതിൻ്റെ വിലയൊക്കെ കാണിക്കുന്നത്, ഈ ബ്രാൻഡല്ല, അല്ലാതെ ഓൺലൈനിൽ കാണിക്കുന്നത് ഒരു 8,000 സംതിങ് കാണിക്കുന്നുണ്ട് ഓൺലൈനിൽ. അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3,000 മുതൽ 4,500 രൂപ വരെ റേറ്റ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ മേടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ടൂൾസിൻ്റെ ഷോപ്പിൽ പോയി മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡും കാര്യങ്ങളും അതേപോലെ മെഷീൻ്റെ ക്വാളിറ്റിയൊക്കെ അറിഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ റിവേറ്റ് ഇതാണ്. ഇതൊരു 3/4 ഇഞ്ചാണ്. അപ്പോൾ ഇതിട്ടിട്ടാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മുടെ വർക്കിന് വേണ്ടത് ഇതാണ്. അതേപോലെ നമ്മൾ ഒരു പ്ലൈവുഡിൻ്റെ തിക്നെസ് അനുസരിച്ചാണ് പിന്നെ നമ്മൾ ഈ റിവേറ്റ് ചൂസ് ചെയ്യണത്. ഈ ഗണ്ണിന് സാധാ ഡ്രില്ല് പോലെ തന്നെയാണ്. ഇത് നോക്കിയാൽ കാണാൻ പറ്റും, കണ്ട ഒരു LED ഫ്ലാഷ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രില്ലുണ്ടാവും പോലെ തന്നെ സ്വിച്ച് ഉണ്ട്. നമുക്ക് റിവേഴ്സിലിടാം, അതേപോലെ ഫ്രണ്ടോട്ട് ഇതാക്കുക. അത് ഞാൻ മെഷീൻ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഈ റിവേറ്റ് ഇതിനകത്ത് ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയാണത്. അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഈ അടുത്ത കാര്യം കാണിക്കാൻ പോണത് ഇതിൻ്റെ വർക്കിംഗ് രീതിയാണ്, എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വർക്ക് സ്ഥലത്ത് വെച്ച് എടുക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പോകാത്തത് കൊണ്ട്, വർക്കിന് 2-3 ദിവസമായിട്ട് പോകാത്തതുകൊണ്ട് വീട്ടിൽ വെച്ച് കാണിച്ചു തരണതാണ് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കത് കാണാം എങ്ങനെയാണെന്ന്. ഞാനിതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ കാണിച്ചു തരാം. സ്വിച്ച് ബോർഡിൽ ഇത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ കൊടുത്തു വെച്ചേക്കണേണ്. അതേപോലെ റിബേറ്റ് ഇത് കയറ്റി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ രീതി എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതേ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ. ഒരു കയ്യിൽ ഫോൺ പിടിച്ചേക്കണോണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാനത് കയ്യിലെടുത്ത് വെച്ച് കാണിച്ചു തരാമായിരുന്നു. കുഴപ്പമില്ല, എന്നാലും എന്തോരം കാണാൻ പറ്റണമെന്നറിയില്ല, എന്നാലും കണ്ടോ. കണ്ട, ഇതാ ഇപ്പോൾ മെഷീൻ ഓണായി, LED ഫ്ലാഷ് ലൈറ്റൊക്കെ കത്തണുണ്ട്. ഇനി നമുക്ക് റിബേറ്റ് പുറകോട്ട് വലിയാനായിട്ട് ഇതിൻ്റെ ഈ സ്വിച്ചിൽ റിവേഴ്സിലിടണം. ഇപ്പോൾ റിവേഴ്സിലിട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിക്കോ. അതെ, തെറിച്ച് പോയി. അപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവേഴ്സ് ഇട്ട ബട്ടൺ ഫ്രണ്ടിലോട്ട് ഇടണം.
എന്നിട്ട് ഇതേ നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ച് നോക്കിക്കോ, വീഡിയോയിൽ എന്തോരം കാണണമെന്ന് അറിയില്ല. പോന്ന് ആ റിവേറ്റിൻ്റെ പിന്ന് ഊരിപ്പോന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് രീതിയും കാര്യങ്ങളൊക്കെ. ഒരു ഡ്രില്ലിങ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിവേഴ്സിലിട്ടിട്ടാണ് റിബേറ്റ് നമ്മൾ ഏത് സാധനത്തിലാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെച്ച് ഉപയോഗിക്കുന്നത്. എന്നിട്ടത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് അത് ഊരിപ്പോരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് രീതി. അപ്പോൾ ഇത് ഒരുപാട് ഹെൽപ്പായിട്ടുള്ളൊരു മെഷീനാണ് കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക മാക്സിമം. കണ്ട് ഇഷ്ടപ്പെട്ട് മെഷീൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് നമ്മൾ പറയണില്ല, വീഡിയോസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ഇതേപോലെയുള്ള വീഡിയോസും അല്ലാതെ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇതിൽ കാണാം. അപ്പോൾ നല്ല പവർഫുള്ളായിട്ടുള്ള സാധനം ഉണ്ടാകും. അത് വീഡിയോയിൽ എങ്ങനെ കാണുന്നുണ്ടെന്ന് അറിയില്ല, അത് നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഇനി ബാക്കി അടുത്ത വീഡിയോസിൽ നമുക്ക് പറയാം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പറഞ്ഞ് നമ്മളിനി വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. ബാക്കി നമുക്കിനി പിന്നെ കാണാം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ കൂട്ടുകാരെ.